എങ്ങനെയുണ്ട് കോളേജൊക്കെ? കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. നല്ല നടക്കാനൊക്കെ നല്ല സ്ഥലമുണ്ട്. നടക്കാൻ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് ടെയിൽസ്. അപ്പോൾ എൻ്റെ ഡേ 1 അറ്റ് CET എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. അപ്പോൾ കോളേജിലെ ഫസ്റ്റ് ഡേ ആണ്. ഫസ്റ്റ് ഡേ ആണ്ട് കുറച്ച് ട്രഡീഷണൽ ആവുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹെൽമെറ്റൊക്കെ ഇട്ട് നേരെ പോയി ഇപ്പോൾ വഴിയൊക്കെ നോക്കി പക്ഷേ എന്നാലും ഞാൻ നേരത്തെ എത്തി കോളേജിൽ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പാർക്കിംഗ് ഏരിയ. അവിടെ കൊണ്ട് വണ്ടിയൊക്കെ വെച്ച് നേരെ കോളേജിൽ പോവാണ്. അപ്പോൾ മെയിൻ എൻട്രൻസ് വഴി ഞാൻ കയറുന്നത് വെച്ചാൽ മെയിൻ ബിൽഡിംഗ് കാണിച്ചു തരാനാണ്. കാരണം മെയിൻ എൻട്രൻസ് വഴി കയറാൻ ഞങ്ങൾക്ക് കുറച്ച് നടക്കാനുണ്ട്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. ആൻഡ് ഫൈനലി എത്തിയിരിക്കുകയാണ്. സോ ഹൗ ഇസ് മൈ ഫസ്റ്റ് ഡേ എന്ന് നോക്കിയാലോ. അപ്പം ഇവാനിസിലെ പോലെ തന്നെ ഞാൻ തന്നെയാണ് ഇവിടെയും ഫസ്റ്റ് ഡോർ തുറന്നത്, ക്ലാസ് റൂമിൽ. ആൻഡ് ക്ലാസ് റൂമൊക്കെ അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കുട്ടികൾ വന്നു. പിന്നെ നേരെ നമ്മളെ സെമിനാർ ഹാളിലേക്ക് കൊണ്ടുപോയി. ഓറിയൻറ്റേഷൻ സെഷനായിരുന്നു. നമ്മുടെ എങ്ങനെയാണ് MCA സിലബസ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കുറിച്ച് നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഡിസ്ക്രിപ്ഷൻ തന്നു. പിന്നെ സീനിയേഴ്സോട് ഇടയ്ക്ക് ചായയൊക്കെ തന്നു. സീനിയേഴ്സും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ പോലെ എല്ലാവരും പരിചയപ്പെട്ടു. അപ്പോൾ എൻ്റെ ഇവാനിസിലെ സീനിയറായിരുന്നു ഫ്ലിക്സൻ ചേട്ടൻ, ഇവിടുത്തെ എൻ്റെ സീനിയറാണ്. അങ്ങനെ പിന്നെ ഞാനും അജ്മിയും കൂടെ ഉച്ചയ്ക്ക് ബ്രേക്കിന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി ക്യാൻറ്റീനിലാണ് കേട്ടോ പോയത്. അപ്പോൾ ക്യാൻറ്റീനിൽ പോയി നേരത്തെ എത്തിയോണ്ട് വലിയ തിരക്കില്ലായിരുന്നു. ഞാൻ മീൽസാണ് പറഞ്ഞത്. അങ്ങനെ അവൾ ഫുഡ് കൊണ്ടുവന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കോളേജൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചു. കാരണം നല്ല ടൈം ഉണ്ടായിരുന്നു, ലഞ്ച് ബ്രേക്ക് ടൈം ഒരു 1 hour ഉണ്ട്. പക്ഷെ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നേരത്തെ വിട്ടു. ആൻഡ് കോളേജ് ടൂർ വീഡിയോ ആയിട്ട് എടുക്കണമെങ്കിൽ കുറേ ഉണ്ട് ഗൈസ്. കാരണം കുറേ സ്പേസ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഓരോ സെപ്പറേറ്റ് ബിൽഡിങ്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്തുകൊണ്ട് അജ്മി കുറച്ച് ഷൈ ആയതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ബാക്ക് ഗേറ്റ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കോളേജ് ബസ്സും ഒരു കഫേ ഇതൊക്കെ കണ്ടു. എങ്ങനെയുണ്ട് കോളേജ്? വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞിട്ട് വേണം എടുക്കണം, എങ്കിലും ഉത്തരം കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് മെയിൻ ബിൽഡിംഗ്. അപ്പം ഒരു ഊഞ്ഞാൽ കണ്ടു, വേറെയും കുറേ ഊഞ്ഞാലൊക്കെ ഉണ്ട്. ആക്ച്വലി കുറേ ഉണ്ട് കേട്ടോ. അതിനുശേഷം തിരിച്ച് ബാക്ക് ടു ക്ലാസ് ആൻഡ് ബാക്ക് ടു സെമിനാർ ഹാൾ. പിന്നെയും ബാക്കി സെഷൻ കണ്ടിന്യൂ ചെയ്തു സീനിയേഴ്സൊക്കെ വന്നിട്ട്. പിന്നെ നേരെ തിരിച്ച് ക്ലാസ്സിൽ പോയി. അപ്പോൾ ഫസ്റ്റ് ആണ്ട് അങ്ങനെ പഠിപ്പിച്ചൊന്നുമില്ല. പിന്നെ നേരെ നമ്മൾ വാഷ്റൂം തപ്പി പോയപ്പോഴാണ് 2nd ഫ്ലോറിലാണ് ബാഡ്മിൻ്റൺ കോർട്ട് എന്നുള്ളത് കണ്ടത്. അതൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് ഫ്രഷേഴ്സിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അതിന് മുന്നേ ചായ കുടിക്കാൻ ഞങ്ങൾ എല്ലാവരും വെളിയിൽ പോയി. എന്നിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇത് യൂണിയൻ്റെ പരിപാടിയായിരുന്നു. ഡാൻസും വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും എല്ലാവരും കൂടെ ഇവിടെ സൈഡിലിരുന്നു. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ കനാക്കുന്നിൻ്റെ ഒരു ഫീലാണ് കേട്ടോ വന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടായിരുന്നു, അതും കണ്ടു. അവിടെ ടേബിൾ ടെന്നീസൊക്കെ കളിക്കാൻ പോയി. അതിനുശേഷം രാത്രിയാണ് DJ പരിപാടി. പക്ഷേ ഞാൻ നിന്നില്ല, ഞാൻ ഒരു 7 മണിയായപ്പോൾ ഇറങ്ങി. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.